ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുന്നവരുടെ ആദ്യ പട്ടികയിൽ ശശി തരൂരിന്റെ പേരില്ല. രാഹുൽ ഗാന്ധി, ഗൗരവ് ഗൊഗോയ്, കെ.സി. വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച നടക്കുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഏറെ നിർണായകമായ ഒരു ചർച്ചയിൽ നിന്നാണ് ഇപ്പോൾ ശശി തരൂരിന്റെ പേര് വെട്ടിയിരിക്കുന്നത്. അതും ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിനിധീകരിച്ച് ലോകമെമ്പാടും പോയ സംഘത്തിലുള്ള ഒരാൾ കൂടിയാണ് ശശി തരൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? സ്വാതി, വളരെ കോൺഗ്രസ് ശശി തരൂരിനെ അവഗണിക്കുന്നു, ഒഴിവാക്കുന്നു എന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഇത്തരം നാളെ നടക്കുന്ന 16 മണിക്കൂർ ചർച്ചയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആദ്യ പട്ടികയിൽ ശശി തരൂരിൻ്റെ പേരില്ല. കാരണം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശശി തരൂർ. അതേപോലെ തന്നെ അമേരിക്കയെ പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള സിന്ദൂർ ഓൾ പാർട്ടി സിന്ദൂർ ഓപ്പറേഷനെ വിശദീകരിക്കുന്ന സംഘത്തലവനായിരുന്നു ശശി തരൂർ. ഇതൊക്കെയുള്ള ശശി തരൂരിനെയാണ് ഇപ്പോൾ ആദ്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ വെച്ച് രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് സ്വാഭാവികവുമാണ്. എന്നാൽ അതിനുശേഷമുള്ള പട്ടികയിൽ നോക്കുകയാണെങ്കിൽ ശശി തരൂരിൻ്റെ പേരില്ല. രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള രാഷ്ട്രീയമുള്ള MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിനടക്കം സമയം നൽകുന്ന സാഹചര്യത്തിലാണ് ശശി തരൂരിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ശശി തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കുകയാണെങ്കിൽ തങ്ങൾ സ്പീക്കർ, അതായത് BJP സ്പീക്കറും ഭരണപക്ഷവും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും സർക്കാർ വിദേശത്തേക്ക് അയച്ച ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സംഘത്തലവൻ എന്ന നിലയിലും അദ്ദേഹത്തിന് സർക്കാരിന്, അതായത് NDA സർക്കാരിന് അല്ലെങ്കിൽ സ്പീക്കർക്ക് നേരിട്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ വിളിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന BJP കേന്ദ്രങ്ങൾക്ക് ലഭിച്ച. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ശശി തരൂരിനുള്ള ഒരു പദവിയോ അല്ലെങ്കിൽ ശശി തരൂരിനെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനം നൽകുകയോ ഇല്ല എന്ന് കാണിക്കുന്നതിന് കൊണ്ട് വേണ്ടിയാണ് ഇത്തരം ഒരു നിലപാട്. ഏതായാലും ശശി തരൂരിനെ തുടർച്ചയായി അവഗണിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കോൺഗ്രസ് വിഷയത്തിൽ നടക്കുന്ന 16 മണിക്കൂർ ചർച്ചയാണ് പാർലമെൻറ്റിൽ നടക്കുന്നത്. നാളെ ലോക്സഭയിലും മറ്റന്നാൾ രാജ്യസഭയിലാണ് ചർച്ച. ലോക്സഭയിലെ ചർച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് BJP സർക്കാരിന് വേണ്ടി തുടക്കമിടുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് തുടക്കമിടുന്നത്. ഇത്രയും ഗൗരവപരമായ ഒരു വിഷയത്തിലാണ്, ഈ വിഷയത്തിൽ ഏറ്റവും പ്രാവീണ്യമെന്ന് സർക്കാർ കരുതുന്ന ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുന്നവരുടെ ആദ്യ പട്ടികയിൽ നിന്ന് ശശി തരൂരിന്റെ പേര് വെട്ടി എന്നുള്ള വിവരം പുറത്തുവരുന്നത്.